അപ്പം മച്ചാമ്പറ ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു മെയിൻ ആളൊരു കണ്ടന്റ് ആയിട്ടാണ്. അപ്പം മച്ചാമ്പറ നമ്മൾ ഫ്രീ ഫയറിൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ആനിവേഴ്സിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയ മാജിക് ക്യൂബിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് മാജിക് ക്യൂബ് സ്റ്റോറിൽ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് സെക്കൻഡ് ആയ സ്റ്റോർ അപ്ഡേറ്റ് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അതുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വോട്ടിംഗ് ഇവൻറ്റ് നമ്മൾ FF സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫ്രീ ഫയർ എന്തൊക്കെ ഐറ്റംസ് ആണ് മാജിക് ക്യൂബ് സ്റ്റോറിൽ വരാൻ പോകുന്നത്, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഏത് ടൈമിൽ വരും, അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയ കാരണങ്ങളാണ് ഇന്ന് നമ്മളെ വീഡിയോ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ മാജിക് ക്യൂബ് സ്റ്റോറിൽ നിന്ന് നമ്മുടെ കയ്യിൽ മാജിക് ക്യൂബ് ഉണ്ടായിട്ടും ഒന്നും വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിക്കും കിഡിലനാൽ ഐറ്റംസ് വരുമോ അങ്ങനെ ഡൗട്ട് അടിച്ച് കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ നോക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ ബ്ലൂ ലോക്ക് ഇവൻ്റെ ഭാഗമല്ല റിംഗ് ഇവൻ്റെ 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഫ്രീ റിവാർഡ്സ് ആയിട്ട് കുറേ അധികം റിവാർഡ്സ് നമുക്ക് വരും ദിവസത്തിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റാൻഡം ആയിട്ടും കുറച്ച് അപ്ഡേറ്റ് ആവുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് പിക്ക് ചെയ്യില്ല ടോപ്പ് പല കമൻറ്റുകൾക്കുള്ള ആൻസറുണ്ട്. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ റെഡീം കോഡിനെ കുറിച്ചിട്ട് തന്നെ എല്ലാവർക്കും അറിയേണ്ടി വരും. അപ്പോൾ എന്താ ബ്രോ റെഡീം കോഡ് കൊടുക്കാത്തവരെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ റെഡീം കോഡ് കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ഏകദേശം 100 റെഡീം കോഡുകൾ നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര ദിവസം അതിനായിട്ടൊരു മുടക്കം പോലും വരുത്താനാണ് ഒരു വീഡിയോ തന്നെ 3, 4, 5 ഒക്കെ റെഡിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയ കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുക, ലേക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ലേക്ക് ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്ന് 10 മണിയാകുമ്പോഴത്തേന് ഒരു 800 800 അല്ല 700 ലേക്ക് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോയിട്ട് ഒരു 500 ലേക്ക് പോലും വന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു 600 ലേക്ക് നാളെ ഒരു 10 മണിയാകുമ്പോഴത്തേന് 600 ലേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് നാളത്തെ വീട്ടിൽ റെഡിയും കോഡ് ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ എന്തായാലും ലേക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. റെഡിയും കോഡ് കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റും. സപ്പോർട്ട് എന്തായാലും നിർബന്ധമാണ്. സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ കൊടുക്കാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്കിതിൽ ക്യാഷ് എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടെങ്കിൽ നമുക്ക് റെഡിയും കോഡ് കൊടുക്കാൻ വേറെ ഏതെങ്കിലും ചാനൽ ക്യാഷൊക്കെ നല്ല കിട്ടുന്ന വേറെ ഏതെങ്കിലും ചാനൽ പോലും ഇത്ര അധികം റെഡിയും കോഡ് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടിലും ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർക്ക് ന്യൂ ആയിട്ട് ബിഗ് ബോസിൻ്റെ ഒരു കിട്ടിയില്ലൊരു അറൈവൽ ആനിമേഷൻ വരാൻ പോകട്ടോ. സംഭവം നൈസാലൊരു സംഭവം തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് ലുക്കും കാലിലും കാണാൻ പറ്റുക. ഒരു ചെയറിലിരിക്കുന്ന പോലെ ഒരു അറൈവൽ ആനിമേഷൻ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വരാൻ പോകുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ലുക്കും കാലിലും കാണാൻ പറ്റുക. കിഡിലനാണ് കേട്ടോ. നല്ല അടിപൊളി ലുക്കും കാലൊക്കെ ഉള്ള ഒരു ഇമോട്ട് തന്നെ പറയാൻ പറ്റും. ഒരു അറൈവൽ ആനിമേഷൻ ആട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വരാമെന്ന ടൈം നോക്കണേ. ഏകദേശം ഈ മാസം 20 to 28 ഈ അറൈവൽ ആനിമേഷൻ ഇവൻറ്റ് നമ്മുടെ FF ആഡ് ആവുന്നത് ആയിരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഫെയർ വീഡിയോയിലൂടെയാണ് വരാൻ പോകുന്നത്. എന്തായാലും വരും ദിവസം തന്നെ അതിൻ്റെ ഡേറ്റ് കൺഫേം ആയ ഡേറ്റ് കിട്ടും കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം എന്തായാലും അറിയിക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ബ്ലൂ ലോക്ക് ഇവൻറ്റ് എന്നാണ് വരാമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിനായ റിംഗ് ഇവൻറ്റിനെ കുറിച്ചാണ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിംഗ് ഇവൻറ്റ് വരാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ വരുന്ന 17-ാം തീയതി കേട്ടോ. 100% കൺഫേം ആയിട്ട് വരും. പക്ഷെ നമുക്കുള്ള ഒരു നെഗറ്റീവ് ആയ കാര്യം നോക്കുകയാണ് വരാൻ പോകുന്ന ഒരു പ്രീമിയം റിംഗിലൂടെ കേട്ടോ. പ്രീമിയം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. നമുക്കിതൊരു യൂണിവേഴ്സൽ റിംഗിലൂടെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് STN ടോക്കൺ ഒരു ബോൾ പോലെയാണ് കാണാൻ പറ്റുക. ബോളാണോ ഫ്ലവർ എന്ന് അറിയില്ല. അപ്പോൾ അതുപോലെയും ടോക്കൺ കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഈ ടോക്കൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അധികം സ്പിൻ ചെയ്യേണ്ടി വരും. ഈ ടോക്കണൊക്കെ വെച്ചുകൊണ്ട് പിന്നീട് ബണ്ടിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറേ അധികം ബണ്ടിൽ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്ന കുറച്ച് ബണ്ടിലൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട് കേട്ടോ. നാഗി ബണ്ടിലും നമ്മുടെ ഇസാക്കി ബണ്ടിലൊക്കെ റിട്ടേൺ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ന്യൂ ആയിട്ട് വരാമ്പോൾ നമ്മൾ റിന്നിൻ്റെ ബണ്ടിലാണ്. നമ്പർ 10 ബണ്ടിൽ വരുന്നുണ്ട്. കിഡിലെ ലുക്കാണ്. അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും ഒക്കെ എഫക്റ്റ് ഒക്കെ സംഭവം ഇങ്ങനെ ഒരു ഫ്ലെയിമിങ് എഫക്റ്റ് ഒക്കെ ഒരു ബണ്ടിലാട്ടോ. അടിപൊളി ബണ്ടിലാണ്. അതും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടുതലൊരു പ്രീമിയം റിംഗ്മെൻ്റാണ് നമ്മൾ FF ഈ വരുന്ന 17-ാം തീയതി. നമുക്ക് ദിവസമല്ലേ നമുക്ക് നോക്കുകയാണെങ്കിൽ ജൂലൈ 17-ാം തീയതിയാണ്. ഒരു 3-4 ദിവസത്തിനുള്ളിലാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ട്രൈ ചെയ്യേണ്ടവർക്ക് മാക്സിമം ഡയമണ്ടും കാലൊക്കെ സേവ് ചെയ്യാൻ നോക്കും. നല്ല ഡയമണ്ട് പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ എത്ര ടോക്കൺസ് ഒക്കെ ആവുന്ന വെച്ചാൽ ഏകദേശം 250 ടോക്കണൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് ടോപ്പ് ബണ്ടിൽ നമ്മുടെ റിന്നിൻ്റെ ബണ്ടിലൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ധാരണ. അല്ലെങ്കിൽ 200 ടോക്കൺ തന്നെ എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ റിംഗ് ഇവൻ്റ് ആണ് വരാൻ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് മറ്റൊരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലൂ ലോക്ക് ഇവൻ്റെ ഭാഗമായിട്ട് ഈ റിംഗ് ഇവൻ്റ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ റിംഗ് ഇവൻ്റ് ഉണ്ടല്ലോ, പ്രീമിയം റിംഗ് ഇവൻ്റ്. അപ്പോൾ അതിൽ സ്പിൻ ചെയ്യാൻ പറ്റുന്ന 10 റിംഗ് വൗച്ചർ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാൻ വേണ്ട, ഈ 10 സ്പിന്നിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ബണ്ടിൽ ഏതെങ്കിലുമൊക്കെ ബണ്ടിൽ വീണ് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ,
എന്താ ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. എങ്കിൽ പോലും നമുക്ക് ഓൾറെഡി നമ്മൾ നറൂട്ടോൻ്റെ ഭാഗമായിട്ടൊക്കെ എത്ര വൗച്ചറാണ് കിട്ടി. ഓരോ ഇവൻറ്റ് വരുന്ന ടൈമിൽ നമുക്ക് 10 വൗച്ചർ വീതം ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും നമുക്ക് കാര്യമായിട്ട് ബണ്ടിലോ റിവാർഡ്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും കിട്ടിയില്ല, ഫുള്ള് ദുരന്തമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അവരാണ് ചാൻസ് കേട്ടോ, ഫുള്ള് അൽഗോരിതം അത് തന്നെ നിങ്ങൾക്ക് ഈ വൗച്ചർ കിട്ടുകയാണെങ്കിൽ കിട്ടിയ സ്പോട്ടിൽ തന്നെ സ്പിൻ ചെയ്യാതെ കുറച്ച് ദിവസം ഹോൾഡ് ചെയ്തിട്ട് സ്പിൻ ചെയ്യുക. അതാക്കാരം നല്ലൊരു ഐഡിയ കേട്ടോ. ഓക്കെ, എന്തായാലും എല്ലാവരും കയ്യിൽ കിട്ടുന്ന സ്പോട്ടിൽ തന്നെ സ്പിൻ ചെയ്തുകൊണ്ട് അത് തീർക്കാൻ നഗരം മെയിനായ ടാർഗറ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ നമ്മൾ ഗറീനെ മനസ്സ് കാണുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് സ്പിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ FFൽ ഈ വരുന്ന 17-ാം തീയതി നമുക്ക് ഫ്രീ ആയൊരു ബൈക്ക് സ്കിൻ്റെ ഇവൻ്റ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് തന്നെയാണ് ലാസ്റ്റ് ഇവൻ്റ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും കിട്ടാൻ പോകുന്നത് ഇങ്ങനെ ഒരു ബൈക്ക് സ്കിന്നാട്ടോ. ചെറിയ രീതിയിൽ എഫർട്ടിനും കളൊക്കെ കാണാൻ പറ്റും. നെക്സ്റ്റ് ടൈം കിട്ടാൻ പോകുന്നത് നമുക്കൊരു പരാങ് സ്കിന്നാണ്. ആനിവേഴ്സറി സ്പെഷ്യൽ ആയൊരു പരാങ് സ്കിന്നാണ്. നമ്മൾ 4th ആനിവേഴ്സറി ഉണ്ടല്ലേ, 4th അല്ല 5th ആണ് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു പരാങ് സ്കിൻ ഉണ്ട്. സംഭവം നൈസാട്ടോ, അടിപൊളിയായൊരു പരാങ് സ്കിന്ന് പറയാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള സംഭവം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ചെറിയൊരു മിനി ഇവൻ്റ് കൂടി നമ്മൾ FFൽ ഈ വരുന്ന 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ചെറിയ ഇവൻ്റ് തന്നെയൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് രണ്ടും പെർമനൻ്റ് ആയിട്ട് ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാട്ടോ. അപ്പോൾ അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പോലത്തെ നമ്മുടെ മെയിനായ കണ്ടന്റ് ആണ്. അപ്പം മച്ചാന്മാരെ നമ്മൾ FFൽ കഴിഞ്ഞ ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് മാജിക് ക്യൂബ് ഫ്രാഗ്മെൻറ്റ്സ് കിട്ടാവുന്ന ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആനിവേഴ്സറി സ്പെഷ്യലായിട്ട്. അപ്പോൾ ഡെയിലി കിട്ടാൻ പോകുന്നത് 25 മാജിക് ക്യൂബ് ഫ്രാഗ്മെൻറ്റ്സ് ആട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് 4 ദിവസം ഇതേപോലെ തന്നെ ഇവൻ്റ് ഉണ്ടാവും. നമ്മൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 25-ൻ്റെ 4 ദിവസം കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്ന ടൈമിൽ 100 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ 100 ഫ്രാഗ്മെൻറ്റ്സ് ആവുന്ന ടൈമിൽ ഇതുപോലെ തന്നെ നമുക്ക് ഫുൾ മാജിക് ക്യൂബായിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടി വരിക. അപ്പോൾ ഈ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടി വരിക നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മാജിക് ക്യൂബ് സ്റ്റോറിൽ എപ്പോഴാണ് ന്യൂ ആയ ഐറ്റംസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് മാജിക് ക്യൂബ് സ്റ്റോറിൽ നോക്കും നല്ല കിഡിലർ ആലീസ് അറൈവൽ ആനിമേഷൻ ആയിട്ടും ബണ്ടിൽസ് ആണെങ്കിലും ഇമോട്ടാണെങ്കിലും എല്ലാം അത്യാവശ്യം വെർത്തൽ ഐറ്റംസ് നമ്മളെ ഗറീന ആഡ് ചെയ്യേണ്ട അറൈവൽ ആനിമേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുക്കട്ടെ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കേണ്ടവർക്ക് എടുക്കട്ടെ, അപ്പോൾ നിങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വോട്ടിംഗ് ഇവൻ്റൊക്കെ നമ്മൾ ഫ്രീ ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മൾ മാജിക് ക്യൂബ് സ്റ്റോറിൽ ന്യൂ ആയിട്ടും ഇനി സെക്കൻഡ് ആയാലും സ്റ്റോർ കൂടി വന്നേക്കാന്നൊക്കെ ലീക്കേഴ്സ് അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർക്ക് വിശ്വാസമായിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അതർ സെർവറിൽ നമ്മുടെ ഇന്ത്യൻ സെർവർ ഒഴിച്ച അതർ സെർവറിൽ കുറച്ച് സെർവറിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഓക്കെ. അപ്പോൾ നമ്മൾ ഞെട്ടിയിട്ടും കാര്യമില്ല, നമ്മൾ ഈ സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ വളരെ കുറച്ച് സെർവറിൽ നമ്മളെ ഗറീന വോട്ടിങ്ങിൽ കാണിച്ച പോലെ തന്നെ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വോട്ടിങ്ങിൽ കാണിക്കാത്ത ഐറ്റംസ് വരെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആദ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ബണ്ടിൽ നെക്സ്റ്റ് ആയിട്ട് ഇതുപോലൊരു ബണ്ടിലായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ട്രോഗണ് എൻ്റെ മോനെ കുറേ അധികം ഡയമണ്ടൊക്കെ പൊട്ടിച്ചെടുത്ത് കുറേ ആൾക്കാരുണ്ടാവും. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലൊരു സ്കൈ ഡൈവ് സ്കിന്ന്, അതുപോലെ തന്നെ അറൈവൽ ആനിമേഷൻ അതുകൊണ്ട് തൊട്ടുമ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ സ്കൈ ഡൈവ് സ്കിന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത് മാജിക് ക്യൂബ് സ്റ്റോറിലൊക്കെ വരാൻ പോസിബിളി ചാൻസ് ഉണ്ടെന്നാണ് ലീക്കേഴ്സ് ഇപ്പോൾ ചൂണ്ടി പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന അറിയില്ല. അതുപോലെ നമുക്ക് കുറച്ച് ഗൺ സ്കിൻ ആഡ് ചെയ്യാൻ ചാൻസ് ഉള്ളതുപോലെ പറയുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലേക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് കൊണ്ടുവന്ന് നമ്മൾ ദീപാവലി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ മെഗ്മ ബണ്ടിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് അവിടെ ആടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സെർവറിൽ പോലും ആടിയത് അവന്മാർക്ക് ഓക്കെ അതർ സെർവറിലുള്ള പ്ലേയേഴ്സിന് അവന്മാർ നമ്മളെ ഗറീന ആടിയിട്ടുണ്ട്. എന്തൊരു ഷോക്ക് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആർട്ടിക്കൽ ബ്ലൂ ബണ്ടിൽ. അപ്പോൾ ആർട്ടിക്കൽ ബ്ലൂ ബണ്ടിൽ നമ്മൾ ഇന്ത്യൻ സെർവറിൽ വരാനേ സാധ്യതയില്ല കേട്ടോ മാജിക് ക്യൂബ് സ്റ്റോറിലൊന്നും. അപ്പോൾ നമുക്ക് മാക്സിമം റിംഗ് ഇവൻ്റ് തന്നെ വരും. അതും പ്രീമിയറിലൂടെ കൊണ്ടുവന്നാൽ പിന്നെ പറയും വേണ്ട. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്കിൻ്റെ ഒരു അറൈവൽ ആനിമേഷൻ ഓക്കെ എൻ്റെ മോനെ ഇതും കിഡിലായിട്ടും തന്നെയാണ്. അങ്ങനെ കുറേ അധികം ഐറ്റംസ് അപ്പോൾ അവിടെ കൊണ്ടുവരാൻ പറ്റുന്ന അവിടുത്തെ പ്ലേയേഴ്സിനെ ഹാപ്പി ആക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ ഇന്ത്യൻ സെർവർ നോക്കുകയാണെങ്കിൽ ഫുൾ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഫ്രീ ഫയർ കളിക്കൽ തുടത്തിയ ടൈമിൽ തന്നെ വല്ല സെർവർ മാറി കളിച്ചാൽ മതിയെന്നോ അല്ലെ ബ്രസീലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെർവർ പ്ലേ ചെയ്താൽ മതിയിരുന്നു എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുകയാണ് അക്കൗണ്ടും സെറ്റാണ്, പിന്നെ ഇപ്പോൾ സെർവർ മാറിപ്പോവുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ്. അല്ലെങ്കിലൊക്കെ ഞാനൊക്കെ എന്നോ ഈ സ്വിച്ച് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ന്യൂ ആയിട്ട് കളിക്കുന്ന ആൾക്കാരാണ് സെർവർ നല്ല സെർവർ നോക്കി പ്ലേ ചെയ്യുക. അതൊക്കെ നല്ല നമ്മുടെ ഇന്ത്യൻ സെർവറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഫുള്ള് ദുരന്തമാണ്, ഫുള്ള് ഹാക്കറും അതുപോലെ തന്നെ പാനലൊക്കെയാണ്. പ്ലേയേഴ്സിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, റിവാർഡ്സും കിട്ടുന്നില്ല, ആകെ അവസ്ഥയാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമുക്ക് ഈ പ്രാവശ്യം മാജിക് ക്യൂബ് സ്റ്റോറിൽ കിഡിലനായാലും അറൈവൽ ആനിമേഷനും അങ്ങനെ കുറേ അധികം ഐറ്റംസ് വന്നല്ലോ. അപ്പോൾ അതിന് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് അറൈവൽ ആനിമേഷനായിട്ടും പല ഐറ്റംസ് ആഡ് ചെയ്യാനുള്ള ടൈം നോക്കണം. ദീപാവലിൻ്റെ ടൈമിലാട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരാൻ വന്ന പാച്ച് അപ്ഡേറ്റിൻ്റെ ടൈമിൽ ആഡ് ചോദിച്ചാൽ കുറച്ച് ഡൗട്ടായിട്ടാണുള്ളത്. എന്തൊക്കെയെന്ന് അറിയില്ല, നടക്കാൻ പോകുന്ന അറിയില്ല. എങ്കിൽ പോലും നമുക്ക് ദീപാവലിൻ്റെ ടൈമിൽ എന്തായാലും സ്പെഷ്യലായിട്ട് കുറേ അധികം ഐറ്റംസ് ഉണ്ടാവും എന്നൊക്കെയാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് സൂചനയായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ന്യൂ ആയിട്ട് വല്ല അപ്ഡേറ്റും കിട്ടുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ പറയാം.
അപ്പോൾ അതുപോലെ മാജിക് ക്യൂബ് ഒക്കെ നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് ഇനി ഇതിന് എന്തെങ്കിലും ഐറ്റംസ് എടുക്കണ്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് മാജിക് ക്യൂബ് സ്റ്റോറിൽ ഇതിക്കും നല്ല കിടിലനാല ഐറ്റംസ് വരുമെന്നൊക്കെ വിചാരിച്ച് കുറേ ആൾക്കാർ ടെൻഷൻ അടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയേണ്ട കാരണം നോക്കുകയാണ്, നെക്സ്റ്റ് അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 9 അപ്പോൾ ആ അപ്ഡേറ്റിലൂടെ നമുക്ക് എന്തായാലും മാജിക് ക്യൂബ് സ്റ്റോറിൽ ഐറ്റംസ് വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇതേപോലെ മാജിക് ക്യൂബ് സ്റ്റോറൊക്കെ നെക്സ്റ്റ് ആയിട്ട് സംഭവിക്കണമെന്നില്ല. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് നമ്മൾ അറൈവൽ ആനിമേഷനൊക്കെ ഇതിൽ ഉണ്ടാവണമെന്നില്ല. ന്യൂ ആയിട്ട് അറൈവൽ ആനിമേഷൻ വരണമെന്നൊന്നുമില്ല, നമുക്ക് പോസിബിൾ ആണ് ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾ വിടുക. ഓക്കെ, അപ്പം ഞാനിവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുക്കാനും എടുക്കാതിരിക്കാനും നിൽക്കേണ്ട നെക്സ്റ്റ് ആയിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൂടെയും കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ന്യൂ ആയിട്ട് ഇതിനെക്കുറിച്ച് വല്ല അപ്ഡേറ്റും കിട്ടാണ് ഞാൻ എന്തായാലും ഫാസ്റ്റ് ആയിട്ട് തന്നെ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചുകൊണ്ട് കാരണം മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ വിശ്വാസം ഇല്ലെങ്കിൽ വേറെ ആരുടെയും ചോദിച്ചുകൊണ്ട് കാരണം വ്യക്തമാക്കിയാലും മതി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ വീഡിയോ വഴി അറിയിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് മാജിക് ക്യൂബ് അപ്ഡേറ്റ് ഇനി സെപ്റ്റംബർ 9 കേട്ടോ. അപ്പോൾ അത് നമുക്ക് ദീപാവലി സ്പെഷ്യലൊക്കെ ആയിട്ടാണ് ബിഗ്ഗസ്റ്റ് ആയ ഒരു അപ്ഡേറ്റ് ഒക്കെ പ്രതീക്ഷിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഇനി നെക്സ്റ്റ് ഒരു മാജിക് ക്യൂബ് സ്റ്റോറൊന്നും വരാൻ സാധ്യത വളരെ വളരെ കുറവാണ്. എന്തെങ്കിലും ഐറ്റംസ് ഇന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുക, എടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒന്നും പിക്ക് ചെയ്യില്ല, ടോപ്പ് പല കമൻറ്റുകൾക്കുള്ള ആൻസർ നോക്കുക. ഫസ്റ്റ് തന്നെ ഒരു ബ്രദർ കമൻറ്റായി ചോദിച്ചിട്ടുള്ളത്, നമുക്ക് ലോലിമോട്ടിൻ്റെ ഇവൻറ്റ് വരാൻ പോകുന്ന കൂട്ടം എല്ലാവരും അറിഞ്ഞല്ലോ, ലെക്രോലി വെല്ലൂടെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ലെക്രോലി വെല്ലൂടെ നമുക്ക് 3 ഇമോട്ടാണ് ഉണ്ടാവുക അല്ലെങ്കിൽ 4 ഇമോട്ടാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ലോലിമോട്ട് വരാവുന്ന ഡേറ്റിനെ കുറിച്ച് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോലിമോട്ട് വരാൻ പോകുന്ന ഈ വരുന്ന 20 കേട്ടോ, കൺഫേം ആയിട്ട് വരും. ലെക്രോലി വെല്ലൂടെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരാവുന്ന ഇമോട്ടർ നോക്കുകയാണ്, കൺഫേം ആയ ഇമോട്ടർ നോക്കണം. അതിന് നമ്മളെ വേൾഡ് കപ്പ്, ഓക്കെ വേൾഡ് കപ്പ് ടൈപ്പ് അല്ല, ഒരു ഡുവോ ഇമോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇമോട്ട് കാണാൻ പറ്റുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഷോ ഷൈനിങ് വളരെ ഇമോട്ട്, കിഡിലെ ഇമോട്ടാട്ടോ, ഒരു ഡുവോ ഇമോട്ട് തന്നെയാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു സെലിബ്രേറ്റിംഗ് ഇമോട്ടാണ്. ഓക്കെ, നമ്മൾ ഫുട്ബോളിലൊക്കെ കാണുന്ന പോലെ ഒരു കിഡിലെ ഇമോട്ടാട്ടോ. അത് നെക്സ്റ്റ് ആയിട്ട് വരാമ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ, വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന പോലെ നമ്മളെ ലോലി ഇമോട്ട് കേട്ടോ, കിഡിലെ ഇമോട്ടാണ്. അപ്പോൾ ഈ 3 ഇമോട്ടാണ് കൺഫേം ആയിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ ഇമോട്ട് ഒരു ഇമോട്ട് കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് 4 ഇമോട്ടാണ് വരാറുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഇമോട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതാണ് ഇമോട്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ ഇനി 3 ഇമോട്ട് കൊണ്ടുവരല്ല പ്ലാനിങ്ങാന്നും അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങൾ തന്നെ, അപ്പോൾ നാളെ മറ്റന്നാൾ തന്നെ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവട്ടെ. എന്തായാലും ഒഫീഷ്യലായ വീഡിയോ കാലം കിട്ടും. ആ ടൈമിൽ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തതായുള്ളൊരു കമൻറ്റ് നോക്കുകയാണ്, നമ്മൾ ജാസ്പാനിനെ കുറിച്ചിട്ടാണ് ഈ ബ്രദർ ചോദിച്ചിട്ടുള്ളത്. റിട്ടേൺ വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജാസ്പാൻ്റെ റിട്ടേൺ സൂണാട്ടോ, ഉടൻ തന്നെ നമ്മൾ FF റിട്ടേൺ ആയിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മളെ ജാസ്പാൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീട്ടിൽ മാക്സിമം ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മെയിൻ ആയ കണ്ടന്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ രണ്ടു ദിവസമായിട്ട് അത് ആഡ് ചെയ്യണം വിചാരിക്കും, പക്ഷേ മിസ്സായി പോയതാണ്. എന്തായാലും ഞാൻ മെയിനായിട്ട് നാളത്തെ വീഡിയോ തന്നെ ആഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. മറ്റൊരു കമൻറ്റ് നോക്കുക, നമ്മളെ ലംബോർഗിനി ഇവന്റിനെ കുറിച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മളെ ലംബോർഗിനി ഇവന്റിനെ കുറിച്ച് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ന്യൂ ആയിട്ട് ഒരു അപ്ഡേറ്റ് പോലും വന്നില്ല. അപ്പോൾ റീസെൻ്റ് ടൈം നോക്കുകയാണെങ്കിൽ 2-3 വർഷമായിട്ട് ഒരു അപ്ഡേറ്റ് ലംബോർഗിനി ഇവന്റിനെ കുറിച്ച് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ന്യൂ ആയിട്ട് വല്ല അപ്ഡേറ്റും കിട്ടുമോ അറിയില്ല, കിട്ടാൻ ഞാൻ എന്തായാലും അറിയിക്കാം കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുമോ എന്നുള്ള കാര്യം പറയാൻ പറ്റൂല, സാധ്യത കുറവാണ്. ഓക്കെ, എന്തായാലും ഇനി വരുമോയെന്ന് അറിയില്ല. എന്തായാലും അപ്ഡേറ്റ് കിട്ടാണ് ഞാൻ എന്തായാലും മാക്സിമം അറിയിക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ FF അപ്കമിങ് ആയിട്ട് വരാമെന്ന ഇവൻറ്റിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാമെന്ന ഐറ്റത്തിനെ കുറിച്ചോ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ നോക്കുക. നല്ല കമൻറ്റും കാലൊക്കെയാണ് മാക്സിമം വീഡിയോ ആയി പിക്ക് ചെയ്തുകൊണ്ട് നാളത്തെ വീഡിയോത്തിന് ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ അതിന് ലൈക്കിൻ്റെ കാലം നമുക്ക് നിങ്ങൾ ആരും മറക്കണ്ട. നാളെ 10 മണിയാകുമ്പോഴത്തേന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 600 കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബായ്.